ജോസ്മി പ്രഖ്യാപിക്കുന്നതാണ്. യെസ്, ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി പ്ലീസ്. ടീം തിരുവമ്പാടി 30 പോയിന്റ്സ്. ടീം കുന്നമംഗലം 20 പോയിന്റ്സ്. ടീം കൂടരഞ്ഞി 30 പോയിന്റ്സ്. ടീം മുക്കം 20 പോയിന്റ്സ്. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2019 ഒക്ടോബർ 31 താമരശ്ശേരി രൂപതയിലെ 60 ഇടവകകളിൽ നിന്നും 60 ടീമുമായി ബൈബിൾ പഠിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച യാത്ര 5 ഘട്ടങ്ങൾ പിന്നിട്ട് ഗ്രാൻഡ് ഫിനാലയിൽ ഇന്നിവിടെ എത്തി നിൽക്കുകയാണ്. 60 നിന്നും നമ്മൾ 4 അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഒരു ടീമായി അതിന്റെ ടൈറ്റിൽ വിന്നറെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ പ്രൈസിംഗ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയിലേക്ക് നമ്മുടെ എല്ലാ വിശിഷ്ട അതിഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യണം. ആദ്യമായി നമുക്ക് ക്ഷണിക്കാനായിട്ടുള്ളത് കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം അവരിൽ ഒരാളായി സമരമുഖത്ത് ജനനായകനായി നിൽക്കുന്ന കുടുംബങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും താമരശ്ശേരി രൂപതയുടെ സമഗ്ര വളർച്ചയ്ക്കും വികസനത്തിനും എന്നും അവരോടൊപ്പം നിൽക്കുന്ന താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ അഭിവന്യ മാർ റിമിജിയോസ് ഇഞ്ചനാനിയൽ പിതാവിനെയാണ്. എത്രയും സ്നേഹത്തോടുകൂടി അഭിമാനത്തോടുകൂടി പിതാവിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി സാറിനെയാണ്. ഷാലോമിന്റെ തുടക്കക്കാരനും തുടർച്ചക്കാരനും ഷാലോമിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദമായ ഷാലോം മിനിസ്ട്രീസിന്റെ സ്ഥാപകനായ ഷെവലിയാർ ബെന്നി പൂന്നത്തറ സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് താമരശ്ശേരി രൂപത മാതൃവേദിയുടെയും മദ്യവിരുദ്ധ സമിതിയുടെയും അതേപോലെ കുടുംബ കൂട്ടായ്മയുടെയും ഡയറക്ടറായിട്ടുള്ള ഫാദർ ജേക്കബ് കപ്പിലുമാക്കൽ അച്ഛനെയാണ്. എത്രയും സ്നേഹത്തോടു കൂടി അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് താമരശ്ശേരി രൂപത മാതൃവേദി ആനിമേറ്റർ സിസ്റ്ററിനെയാണ്. സിസ്റ്റർ ഫിലോ SABS. എത്രയും സ്നേഹത്തോടു കൂടി സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടക്കം മുതൽ ഷാലോമിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലോം TV ജനറൽ മാനേജർ മിസ്റ്റർ സിബി പുല്ലൻപ്ലാവിൽ സാറിനെ എത്രയും സ്നേഹത്തോടുകൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാനായിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. എല്ലാ പ്രേക്ഷകരെയും അതുപോലെ ഇവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളുടെ ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അവരുടെ റിലേറ്റീവ്സ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു കാര്യവും നമ്മളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കാറ്. നമ്മുടെ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയും നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. രംഗപൂജയ്ക്കായി പാറോപ്പടി ഇടവകയിൽ നിന്നുള്ള മാതൃവേദി അംഗമായ ബിന്ദു ജോർജിനെ ഞാൻ ക്ഷണിക്കുന്നു.
ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. വളരെ മനോഹരമായ ഒരു രംഗപൂജ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് ബിന്ദു ചേച്ചിയാണ്. ചേച്ചിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി നമ്മൾ നമ്മുടെ സമ്മാനദാന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുൻപായി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ നെടും തൂണായ നമ്മുടെ ക്വിസ് മാസ്റ്റർ പ്രിയപ്പെട്ട അജി അച്ഛനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അജി അച്ഛൻ. ആദ്യമായി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ടീമിനെയാണ്. അത് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി താമരശ്ശേരി രൂപത മാതൃവേദി ആനിമേറ്റർ സിസ്റ്റർ ഫിലോ SABSനെ എത്രയും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താമരശ്ശേരി രൂപതയുടെ മാതൃവേദി ആനിമേറ്റർ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ടീമിനെ പ്രഖ്യാപിക്കണം. അതിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പെനുവേൽ മദേഴ്സ് ക്വിസ് മത്സരത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൂടരഞ്ഞി ടീം അംഗങ്ങളാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കൂടരഞ്ഞി ഇടവകയിൽ നിന്നുള്ള എല്ലാ ടീം അംഗങ്ങളെയും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടീം കൂടരഞ്ഞി. ഇതിൽ പങ്കെടുത്ത ടീം അംഗങ്ങൾ ഷൈല വർഗീസ്, ആലീസ് ഫർക്കി, ഏലിയാമ്മ അഗസ്റ്റിൻ, മേരി ജോസഫ്, മോളി ജോസ്, ബിൻസി ഷിജു ആൻഡ് ജീജ ജോസഫ്. നമുക്ക് വേണ്ടി ഒരു സിംഗിൾ സോങ് ആണ്. അത് പാടാനായി വരുന്നത് കൂരാച്ചുണ്ട് ഇടവകയിലെ മാതൃവേദി അംഗമായ സീമ ചേച്ചിയാണ്. എത്രയും സ്നേഹത്തോടു കൂടി സീമ ചേച്ചിയെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മഹത്വം
അടുത്തതായി നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ 3rd പ്രൈസ് നേടിയ ടീമിനെയാണ്. താമരശ്ശേരി രൂപത മാതൃവേദി ഡയറക്ടറായ ഫാദർ ജേക്കബ് കപ്പിലുമാക്കലച്ചനെ എത്രയും സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സക്രഡ് ഹാർട്ട് ചർച്ച് തിരുവമ്പാടി മാതൃവേദി ടീമിനാണ്. കൺഗ്രാറ്റുലേഷൻസ് ടീം തിരുവമ്പാടി. അഭിമന്യ പിതാവേ, ഷവലിയാർ ബെന്നിസാർ, പ്രിയമുള്ള അച്ഛന്മാരെ, സിറുമലബാർ മാതൃവേദിയുടെ രൂപത ആനിമേറ്റർ ഫിലോ സിസ്റ്റർ, പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ആദ്യമേ തന്നെ ഈ മത്സരത്തിൽ വിജയം കൈവരിച്ച എല്ലാ ടീം അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരിക്കൽ ഒരു ഗുരുനാഥൻ 2 ശിഷ്യന്മാർക്ക് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അദ്ദേഹം ആ ശിഷ്യന്മാർക്ക് കുറച്ച് പണം കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ റൂമും കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ റൂം നിറയ്ക്കണം. അങ്ങനെ ആദ്യത്തെ ശിഷ്യൻ പുറത്തേക്ക് പോയി അവൻ വേണ്ടാത്ത കുറേയേറെ സാധനങ്ങളും അതുപോലെ തന്നെ കാർഡ്ബോർഡ് പെട്ടികളും കൊണ്ട് ആ റൂം നിറച്ചു. ആ റൂമിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ശിഷ്യൻ പുറത്തേക്ക് പോയി ഒരു തീപ്പെട്ടി കൂടാതെ ഒരു തിരി, ഒരു ചന്ദനത്തിരി എന്നിവ മേടിച്ചു. അവൻ റൂമിൽ ചെന്നു, ആ തിരി കത്തിച്ചു. ആ റൂമിൻ്റെ ഇരുട്ടുമാറി പ്രകാശം നിറഞ്ഞു. അതുപോലെ ചന്ദനത്തിരി കത്തിച്ചു. ആ റൂമിൽ സുഗന്ധം പരന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ പങ്കെടുത്ത എല്ലാ അമ്മമാരുടെയും മനസ്സും ഹൃദയവും രണ്ടാമത്തെ ശിഷ്യൻ ചെയ്തതുപോലെ ദൈവവചനമാകുന്ന പ്രകാശം കൊണ്ടും സഭാ പ്രബോധനങ്ങളുടെ സുഗന്ധം കൊണ്ടും ഇവിടെ എല്ലാം മനസ്സും ഹൃദയവും നിറഞ്ഞിരിക്കുകയാണ്. പെനുവേൽ എന്ന പേര് വളരെയേറെ അർത്ഥവത്താണ്. അതിന് കാരണം ഈ വാക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 30-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. യാക്കോബിൻ്റെ ഒരു വലിയ മൽപ്പിടുത്തം. യാക്കോബ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു. അതിനുശേഷമാണ് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിടുന്നത്. ദൈവവചനം ആഴത്തിൽ പഠിച്ചുകൊണ്ടും സഭാപ്രബോധനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഈ മത്സരത്തിലൂടെ എല്ലാ അമ്മമാരും ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു എന്ന് ഏറ്റവും ആത്മാർത്ഥമായി നമുക്ക് പറയാൻ കഴിയും. ഇവിടെ 60 ടീം അംഗങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 60 × 7 = 420. അത്രയേറെ അമ്മമാർ ഇതിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും വലിയ വിജയം. നമുക്കറിയാം, മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും വിജയിക്കുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മത്സരത്തിൽ പങ്കെടുക്കുക. നമ്മുടെ അമ്മമാർ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ഇതിനുവേണ്ടി അധ്വാനിച്ച, മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാരെയും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യം കൂടെ ഇവിടെയുണ്ട്. കാരണം മാതൃവേദിയെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന, മാതൃവേദിക്ക് പ്രചോദനം നൽകുന്ന, മാതൃവേദിയെ ശക്തിപ്പെടുത്തുന്ന അഭിമന്യ റെമീജിയൂസ് പിതാവിൻ്റെ സാന്നിധ്യം ഈ അവസരത്തിൽ വളരെയേറെ സന്തോഷദായകമാണ്.
കൂടാതെ ഈ പ്രോഗ്രാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷാലോമിൻ്റെ സാരഥിയായ ബെന്നിസാറിനും എല്ലാ ടീമംഗങ്ങൾക്കും അജയച്ചനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ മത്സരത്തിൽ വിജയിച്ച എല്ലാ ടീമംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങാനായി ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരുവമ്പാടി ഇടവകയിൽ നിന്നുള്ള മാതൃവേദിയിലെ എല്ലാ അംഗങ്ങളെയും ഈ സമയം അനുമോദിക്കുന്നു. നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുത്തത് ലിസി ജോസഫ്, ആലി എബ്രഹാം, മോനി സേവ്യർ, അൽഫോൻസ വർഗീസ്, ലീലാമ ജോസ്, ഷൈനി ജെയിംസ് ആൻഡ് ലൂസി കുര്യാക്കോസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കും. അനൗൺസ് ചെയ്യാൻ പോകുന്നത് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ടൈറ്റിൽ വിന്നറിനെയാണ്. അത് അനൗൺസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്ദ്യ മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവിനെ എത്രയും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, പിതാവിൻ്റെ രൂപതയിലെ മാതൃവേദി അംഗങ്ങൾ ഇപ്പോൾ ലോകം മുഴുവനും വചനം പ്രഘോഷിച്ചിരിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലൂടെ എന്ത് തോന്നുന്നു പിതാവിന്? അഭിമാനവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ നമ്മുടെ അമ്മ ഉദ്ഘോഷിച്ചു. ഈ വലിയ ഉത്സവത്തിൽ പങ്കെടുത്ത 60 ടീമംഗങ്ങൾ, അതിൻ്റെ സമാപനത്തിൽ വിജയികളായവർ എല്ലാം ഓർക്കുമ്പോൾ, അമ്മമാരുടെ സമർപ്പണം ഓർക്കുമ്പോൾ, അവർ പഠിക്കുവാനെടുത്ത ആ താല്പര്യം എല്ലാം വിലയിരുത്തുമ്പോൾ അമ്മയെപ്പോലെ ഞാൻ പറയുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. താങ്ക് യു. ഇനി എന്തൊക്കെ പ്രോജക്റ്റുകളാണ് പിതാവ്? ഇപ്പോൾ ഒരു വലിയൊരു പ്രോജക്റ്റാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഷാലോൺ ടെലിവിഷൻ വലിയ ഒരു സംഭാവന അതിന് നൽകിയിരിക്കുന്നു, വലിയ സഹകരണം നൽകിയിരിക്കുന്നു. ഇനി എന്താണ് ഈ അമ്മമാരെ പറ്റി ഒരു വലിയ കാര്യം അവരിന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു? ഇതുപോലെ മറ്റെന്തെങ്കിലും പിതാവിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ? തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ അമ്മമാർക്ക് ചെയ്യുവാൻ സാധിക്കും. ഇതുപോലെ വലിയ ഒരു സംഭാവനയാണ് ഈ പ്രേക്ഷിത മേഖലയിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ യുവജനങ്ങളെ പ്രചോദിപ്പിക്കുവാനതിനു വേണ്ടി, ഏറെ പ്രത്യേകിച്ച് ജീവൻ്റെ സുവിശേഷം യുവതലമുറയിലേക്ക് എത്തിക്കുവാൻ വലിയ കാര്യങ്ങൾ ഈ അമ്മമാർക്ക് ചെയ്യാൻ സാധിക്കും. ആ മേഖലയിലാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. 100-നടുത്ത ഇടവകളാണ് സജീവമായിട്ടുള്ളത് ഈ രൂപതയിൽ. അതിൽ 60 ടീമുകൾ ഇതിൽ പങ്കെടുത്തു. തീർച്ചയായും മാതൃവേദി വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയല്ല ഇത്? അവരെപ്പറ്റി മാതൃവേദി, നമ്മുടെ രൂപതയിലെ മാതൃവേദിയെപ്പറ്റി പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? എനിക്കെന്നും അഭിമാനവും സന്തോഷവുമാണ്. എല്ലാ ഇടവകകളിലും ഞാൻ സന്ദർശിക്കുകയും മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് അതോർത്ത്, ഈ അമ്മമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. കാരണം മറ്റൊന്നല്ല, അമ്മ ഒരു കുടുംബത്തിൻ്റെ വിളക്കാണല്ലോ. അതുപോലെ മാതൃവേദി സംഘടനയും ഒരു ഇടവകയുടെ വിളക്കാണ്. അവരുടെ പ്രവർത്തനമാണ് ഇടവകയെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത്. ഈശോയുടെ കൂടെ എപ്പോഴും സഞ്ചരിച്ചിരുന്നത് അമ്മമാരായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അത് അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്നും അങ്ങനെ തന്നെ. അമ്മമാർ ഉണർന്നാൽ ഇടവക ഉണരും.
അമ്മമാരുടെ സമർപ്പണമാണ് ഇടവകയുടെ ജീവൻ. അതുകൊണ്ട് താമരശ്ശേരി രൂപതയിൽ എല്ലാ ഇടവകയിലും മാതൃവേദി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വലിയ കൂട്ടായ്മയും സഹകരണവും. ഇന്ന് രാവിലെ ഞാൻ കുളത്തുവയൽ സെൻറ് ജോർജ് ഇടവകയെ സമ്പൂർണ്ണ മാതൃവേദി ഇടവകയായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇടവകകൾ ഓരോ ഇടവകയും സമ്പൂർണ്ണ മാതൃവേദി ഇടവകയായിട്ട് മുന്നോട്ട് വരികയാണ്. അവരുടെ വലിയ തീഷ്ണതയും താല്പര്യവും എല്ലാമാണ് കാണുന്നത്. ഈ സംഘടനയോർത്ത് ഞാൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. താങ്ക് യു പിതാവേ. പിതാവിനെ അഭിനന്ദിക്കുന്നു. പിതാവിൻ്റെ രൂപതയിലെ മാതൃവേദി അംഗങ്ങളാണ് ലോകം മുഴുവനും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലൂടെ ഇപ്പോൾ വചനം പ്രഘോഷിച്ചിരിക്കുന്നത്. വളരെ ആവേശത്തോടുകൂടി ലോകം മുഴുവനും അതിനെ സ്വീകരിച്ചു. ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന് ഒരാശംസ കൂടി അർപ്പിക്കുവാനായിട്ട് പിതാവിനെ ക്ഷണിക്കുകയാണ്. ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റെടുക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. അതെങ്ങനെയാണ് സാധിക്കുക? അത് വചനം പഠിക്കുന്നതിലൂടെയും വചനത്തിലൂടെ ബൈബിളിലൂടെ സഞ്ചരിക്കുന്നതിലൂടെയാണ് അത് സാധിക്കുക. അതിന് മറ്റേതെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായിട്ടും കൂദാശകളും മറ്റു മേഖലകളും എല്ലാം നമുക്കുണ്ടെങ്കിലും വചനത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ ആറ്റുതീരത്തെ വൃക്ഷം പോലെയാണ്. ഒരിക്കലും പച്ച കെട്ടുപോവുകയില്ല. അത് പാറമേൽ വീട് പണിത മനുഷ്യന് തുല്യമാണെന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനം പഠിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമ്മുടെ അമ്മമാരുടെ തീഷ്ണത നമ്മെ എല്ലാവരെയും അതിജയിപ്പിക്കുന്നതാണ്. എത്ര വലിയ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ്. മനുഷ്യർക്കിത് സാധിക്കുകയില്ല, എന്നാൽ ദൈവത്തിനെല്ലാം സാധിക്കുമെന്ന വചനം നമുക്ക് ഓർക്കാം. ആത്മാവിൻ്റെ പ്രചോദനമാണ് നമ്മുടെ അമ്മമാരെ ഇതിന് പ്രേരിപ്പിച്ചത്. അവർക്കെല്ലാം തിരക്കുകളുള്ളതാണ്. കുടുംബജീവിതത്തിൻ്റെ വലിയ മേഖലകളിൽ എപ്പോഴും അവർ ആയിരിക്കുന്നവരാണ്. എന്നാൽ വചനം പഠിക്കാനും ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൻ്റെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും ഒരിക്കലും അവർ പിന്നിലേക്ക് നിന്നില്ല. അതിനവർക്ക് ശക്തി നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഇന്ന് ഞാനൊരു മാമോദീസായിൽ 4ാമത്തെ കുഞ്ഞിന് മാമോദീസ നൽകുന്ന ആ കൂദാശയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഒരു സമ്മാനം ഞാൻ അമ്മയ്ക്ക് നൽകി. സമ്മാനം നൽകിയത് മറ്റൊന്നുമായിരുന്നില്ല. ഈ വർഷം താമരശ്ശേരി രൂപതയിൽ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് പ്രത്യേകമായ ഒരു മത്സരം തന്നെ നടത്തി. ബൈബിൾ പൂർണ്ണമായിട്ട് എഴുതുന്നവർക്ക് ക്യാഷ് അവാർഡ് സമ്മാനം. അങ്ങനെ ഈ 4ാമത്തെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ബൈബിൾ പൂർണ്ണമായിട്ടും എഴുതിയതിനുള്ള സമ്മാനമാണ് ഞാൻ കൊടുത്തത്. ഞാൻ ചോദിച്ചത് എങ്ങനെ സാധിച്ചു? അവർ പറയുകയാണ്, ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ വചനം എഴുതാൻ ആരംഭിച്ചു. കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് എനിക്കത് മുഴുവൻ എഴുതി തീർക്കാൻ സാധിച്ചു. എന്തൊരു അത്ഭുതമാണ്. അവർക്ക് നമുക്ക് വചനം പഠിക്കുന്നത് വഴി ധാരാളം അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സമൂഹത്തിലും ചെയ്യുവാൻ സാധിക്കും. ശാലോം ടീം അംഗങ്ങളെല്ലാവരും, ഏറെ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഷെവലിയാർ ബെന്നിസാറ് ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷകൾ എല്ലാം ആത്മാവിൻ്റെ വലിയ പ്രചോദനം കൊണ്ടാണ്. ആത്മാവ് നയിക്കുന്നത് പോലെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അത് വചനം എല്ലാവരിലും എത്തിക്കുവാൻ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുവാനും, ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുവാൻ സഹായിക്കുന്ന ഈ ശാലോം കുടുംബത്തെ നാം എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രവർത്തനങ്ങൾക്കെതിരെ ധാരാളം തിന്മകളുടെ ശക്തികൾ എങ്ങനെയാണെങ്കിലും ഉണ്ടാകും. അതിനെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കരുത്ത് ലഭിക്കണമെങ്കിൽ നമുക്ക് വലിയ പ്രാർത്ഥന വേണം. താമരശ്ശേരി രൂപതയിൽ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ഇടവകയും അമ്മമാരെയും ഈ വലിയ പ്രസ്ഥാനത്തിൽ പങ്കുചേർത്തതിന്, ഇവർക്കിതിന് പ്രചോദനം നൽകിയതിന് താമരശ്ശേരി രൂപതയുടെ മുഴുവനും കൃതജ്ഞത ബെന്നിസാറിനോടും ശാലോം ടീമംഗങ്ങളോടും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരോടും പങ്കുവെക്കുകയാണ്.
ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ കൃതജ്ഞത പങ്കുവെക്കുന്നു. ഇനിയും കൂടുതൽ പ്രോജക്റ്റുകൾ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കട്ടെ, ദൈവം അതിന് ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മമാരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ടൈറ്റിൽ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന് മുൻപായി നമ്മുടെ എല്ലാ വിശിഷ്ട അതിഥികളെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷെവലിയാർ ബെന്നി പുന്നത്തര സർ, ഫാദർ ജേക്കബ് കപ്പിലുമാക്കൽ, സിസ്റ്റർ ഫിലോ SABS, സിബി സർ, പ്ലീസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ, അമ്മമാരിലൂടെ നടന്ന ഈ വചന ഉത്സവത്തിൻ്റെ, ഈ വലിയ സംഭവത്തിൻ്റെ വിജയെ പ്രഖ്യാപിക്കുകയാണ്. താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് എന്നത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമാണ്. അഭിമന്യ പിതാവിനെ ഏറെ ആദരവോടെ ഈ കർമ്മത്തിന് ക്ഷണിക്കുന്നു. ഈ തീർത്ഥയാത്രയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സെയിന്റ് ജോസഫ്സ് ചർച്ച് കുന്നമംഗലം. ഈ ജൈത്രയാത്രയിൽ 1-ാം സ്ഥാനം നേടിയ സെയിന്റ് ജോസഫ് ചർച്ച് കുന്നമംഗലം, അതിലെ മാതൃവേദി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ക്യൂസ് ടീം അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭിമന്യ പിതാവിൽ നിന്ന് അവർ സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. കൺഗ്രാറ്റുലേഷൻസ് ടീം കുന്നമംഗലം. പങ്കെടുത്ത എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. ഷൈല ഷാജു, നിമ്മി ഷാജി, റോസി ജോൺ, മേരി ജോണി, മിനി ജോസഫ്, ബിന്ദു തോമസ് ആൻഡ് ജിജി ജോസഫ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയ ടീമിനെ കൂടി അനൗൺസ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഷാലോം മിനിസ്ട്രീസിന്റെ സ്ഥാപകനായ പ്രിയപ്പെട്ട ബെന്നി സാറിനെ ക്ഷണിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ 2-ാം സ്ഥാനം നേടിയിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് ചർച്ച് മുക്കം. ബെന്നി സാറിൽ നിന്നും സർട്ടിഫിക്കറ്റും മൊമന്റോയും ഏറ്റുവാങ്ങാനായി ടീമിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടീം മുക്കം. നമ്മുടെ പാർട്ടിസിപ്പൻസിനെ നമുക്ക് നോക്കാം. ലൂസി ആന്റണി, ജാൻസി ജിൻസ്, ജാക്യുലിൻ, ഷീല, നിർമ്മല ജോഷി, പിഞ്ചു ജോൺസൺ ആൻഡ് മഞ്ജു ആംസ്ട്രോങ്. എല്ലാ ടീമിനും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
അവരോടുള്ള നന്ദിയും സ്നേഹവും നമുക്ക് വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. എങ്കിൽ കൂടിയും ഫോമലായി എല്ലാവർക്കും ഒരു വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സിബി സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അഭിമന്യ റിലീജിയസ് പിതാവേ, പ്രിയപ്പെട്ട ബെന്നി സാർ, ജേക്കബ് കപ്പിലോക്കരച്ചൻ, സിസ്റ്റർ ഫിലോ, മറ്റു വൈദികരെ, വിശിഷ്ടാതിഥികളെ, 2 വർഷം നീണ്ടുനിന്ന പെനുവേൽ ഫാമിലി ബൈബിൾ ക്വിസിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സമാധാനം കഴിഞ്ഞു. വചനം പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് യേശുവിനെ പഠിക്കുക എന്നതാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം, കർത്താവിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതര വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ആത്മാവിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ നിയോഗങ്ങളെയും വിവേചനങ്ങളെയും തിരിച്ചറിയുന്നതുമാണ്. അവിടുത്തെ മുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിശുദ്ധീകരണമാണ്, അതൊരു വലിയ അനുഗ്രഹമാണ്, അതൊരു വലിയ സുരക്ഷിതത്വമാണ്, അതൊരു വലിയ രക്ഷയാണ്. അപ്പോൾ അമ്മമാർ വചനം പഠിക്കുമ്പോൾ അവർ ദൈവവചനത്താൽ അല്ലെങ്കിൽ വചനമായ യേശുവിനാൽ നിറയുന്നു. അവരിലൂടെ അവരുടെ മക്കൾ നിറയുന്നു. അമ്മമാരിലൂടെ കുടുംബം ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. 100 കണക്കിന് അമ്മമാർ നേരിട്ട് വന്ന് വചനം പഠിച്ചു. എന്നാൽ ഇതിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് അമ്മമാർ ഷാലോം ടിവിയോട് ചേർന്ന് കർത്താവിൻ്റെ വചനത്തെ സ്വീകരിച്ചു. ഇത് നാം അറിഞ്ഞോ അറിയാതെയോ വലിയ സൗഖ്യമായും വലിയ അനുഗ്രഹമായും വലിയ രക്ഷയുമായി മാറും നമുക്കും നമ്മുടെ കുടുംബത്തിനും. ഇത് നമുക്കൊരുക്കി തന്ന സർവശക്തനായ കർത്താവിന് ആദ്യം 1000 നന്ദി അർപ്പിക്കുന്നു. നമുക്കറിയാം, താമരശ്ശേരി രൂപതയോട് ചേർന്നാണ് ഈ പെരുവേൽ ബൈബിൾ ക്വിസ് നടത്തിയത്. അപ്പോൾ നമ്മൾ ആദ്യം സമീപിച്ച രൂപത താമരശ്ശേരി രൂപതയാണ്. അതിന് കാരണം എപ്പോഴും സ്വീകാര്യതയുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവാണ് അഭിമന്യ റിലീജിയസ് പിതാവ്. ഈ കാര്യം കേട്ടപ്പോൾ പിതാവ് വലിയ സന്തോഷത്തോടെ ആവേശത്തോടെ സ്വീകരിച്ചു. എല്ലാവിധ സപ്പോർട്ടും പിതാവ് ചെയ്തു തന്നു. നമുക്കറിയാം, ഈ സമയത്ത് പിതാവിൻ്റെ സാന്നിധ്യത്തിലൂടെയും വാക്കുകളിലൂടെയൊക്കെ പിതാവ് നമ്മളെ അനുഗ്രഹിച്ചു. പിതാവിനോടുള്ള നമ്മുടെയും ഷാലോമിൻ്റെയും നന്ദി ഇതോടൊപ്പം അറിയിക്കുന്നു. ഷാലോം ടി വിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള പെർമിഷൻ നൽകിയ ഷാലോം ടി വിയുടെ ഫൗണ്ടറും ചെയർമാനുമായ ബഹുമാനപ്പെട്ട ബെന്നി സാറിനും 1000 നന്ദി അർപ്പിക്കുന്നു. മാതൃവേദിയുടെ ഡയറക്ടർ അച്ഛൻ ഫാദർ സൈമൺ കിഴക്കേക്കുന്നൽ അച്ഛനായിരുന്നു. അച്ഛൻ അതിൻ്റെ തുടക്കം കുറിച്ചു. പക്ഷേ ഈ സമയത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തിരഞ്ഞെടുത്തത് ഫാദർ ജേക്കബ് കപ്പിലുമാക്കലച്ഛനെയാണ്. അച്ഛനും ഈ നാളുകളിൽ ഒത്തിരിയധികം ഇതിനോട് ചേരുകയും സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അച്ഛനും നന്ദി അർപ്പിക്കുന്നു. ആനിമേറ്ററായ സിസ്റ്റർ ഫിലോ SABS സിസ്റ്ററിന് നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ കഠിനമായി ഇതിനോട് അധ്വാനിച്ച വ്യക്തിയാണ് ഫാദർ അജി പുതിയ പറമ്പിൽ. നമുക്കറിയാം, അച്ഛൻ്റെ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതിനു വേണ്ടി ഓടിപ്പാഞ്ഞു വരും. കഠിനമായി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ അധ്വാനിച്ചു. വളരെ യൂത്ത്ഫുള്ളായി ഈ പ്രോഗ്രാമിനെ അവതരിപ്പിക്കാൻ വിജയിപ്പിക്കാൻ അച്ഛൻ കാണിച്ച സന്മനസ്സിനും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവതാരികയായി മനോഹരമായി നമ്മുടെ ഈ പ്രോഗ്രാമിനെ അവതരിപ്പിച്ച ജോസ്മിക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 60ഓളം ഇടവകയുടെ വികാരിയച്ഛന്മാർ അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ് അമ്മമാരെ ഈ പ്രോഗ്രാമിലേക്ക് പറഞ്ഞയച്ചത്. ആ എല്ലാ വികാരിയച്ഛന്മാരെയും ഓർക്കുന്നു. അതോടൊപ്പം പങ്കെടുത്ത എല്ലാ മാതാക്കളെയും ഓർക്കുന്നു. ഇന്ന് പ്രത്യേകമായ രീതിയിൽ സമ്മാനം മേടിച്ച 4 ഇടവകകളെയും അഭിനന്ദിക്കുന്നു. എല്ലാ നന്ദികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി നമുക്ക് അടുത്ത രൂപതയുമായി പെരുവേൽ ബൈബിൾ ക്വിസിന്റെ 2ാം ഘട്ടത്തിലേക്ക് കാണാം. വരും നാളുകളിൽ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.